വേണ്ടി. മൂഷികനും മയൂരവുമായി ഇരുവരുടെയും കേടുകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഉന്മാദലഹരിയിൽ ഈ കൈലാസത്തിൽ വിളയാടിയില്ലേ. ഭോജനം സേവിച്ച് ക്ഷീണമടിച്ചു. അച്ഛാ, ഞാനല്ലേ മൂത്ത മകൻ, ആ കനി എനിക്ക് നൽകിയാലും. പ്രഭു, ഈ ദിവ്യമായ പഴം ഒരു പരീക്ഷണ വസ്തു ആകുകയോ, അതും നമ്മുടെ പുത്രന്മാരിൽ? ഈ ലോകം ചുറ്റി വന്ന് ആ കനി ഞാൻ സ്വന്തമാക്കും. ഈ കനിയിൽ നിനക്ക് ആഗ്രഹമില്ലേ? ശരി, അവിടുന്ന് അമ്മയുടെയും ഹിതം പോലെയാവട്ടെ. സർവലോകവും അവിടുന്നല്ലേ നിറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇരുവരെയും വലം വെച്ചാൽ സർവലോകവും ചുറ്റി വന്നതുപോലെ സമമാകുന്നു. ആ സത്യവും ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പോകുന്നു. മകനെ, തത്വചിന്ത കർമ്മത്തിലേക്ക് വഴി തെളിയിക്കുക എന്നതാണ് ഈ പരീക്ഷണം. പുത്ര, ഗുഹ, അമ്മയുടെ വാക്കുകൾ കേട്ടാലും വരും. ഈ കൈലാസം വെടിഞ്ഞ് നീ തനിച്ചു പോകുന്ന മാത്രയിൽ എന്റെ ഹൃദയം വേദനയാൽ പിടയും. മാതൃവാത്സല്യത്തിന്റെ നീരുറവ് കലങ്ങും. കണ്ണീരാൽ മനഃശാന്തി നിലയ്ക്കും. തിരികെ വരൂ അറുമുഖ. അമ്മയുടെ വാക്കുകൾ കേട്ട് കോപം വെടിഞ്ഞ് മടങ്ങി വരൂ വേലവ. ഇനി ഒരു മടക്കമില്ല. ഞാൻ പോകുന്നു. പഴം എന്നതിന്റെ പൊരുൾ നീയാകുന്നു. ജ്ഞാനപ്പഴം മകനെ. അതിനാൽ ഇരിക്കുന്നിടം പഴങ്ങൾ എന്ന പേരിൽ അറിയപ്പെടും.